ലാവയുടെ ലാവ Z3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫോണാണ് ലാവ Z3 എന്ന ഫോൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ Z3 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലാവ Z3യിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അതൊരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ഫോണുകളിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതും കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള ഫീച്ചറും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്നുള്ള ഫീച്ചർ മിസ്സിംഗ് ആണ്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രൈപ്ഡ് ബ്ലൂവും അതുപോലെ തന്നെ സ്ട്രൈപ്ഡ് സിയാനും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ A20 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസ്സറാണെന്ന് വെച്ചാൽ ഒരിക്കലും 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ജസ്റ്റ് തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ മാത്രമാണ്. പിന്നെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഇതിൽ ഗെയിമിങ്ങും അതുപോലെ തന്നെ വളരെ മികച്ചൊരു പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള യൂസിന് വലിയ തരക്കേടുണ്ടാവില്ല, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ 3GB റാം വരുന്നുണ്ട്. 32GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 512GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 12ൻ്റെ അപ്ഡേറ്റ് ഈ ഫോണിൽ ലഭിക്കുമെന്നുള്ള കാര്യം കമ്പനി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഒരു സെക്കൻഡറി സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു കംപ്ലൈൻ്റ് ആയിട്ടും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ള ഫീച്ചറൊന്നും വരുന്നില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 7499 രൂപയാണ്. ആമസോൺ വഴിയും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഈ ഫോൺ മേടിക്കാവുന്നതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ Z3 എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ് ലാവ Z3 എന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ മാത്രമാണ് ലാവ Z3 എന്ന ഫോൺ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.